അപ്പോൾ കൂട്ടുകാരെ നമ്മളിപ്പോൾ ആയിരിക്കുക വയനാട് ബോയ്സ് ടൗണിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കൊമാച്ചി പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. ഈ പാർക്കിൽ എന്തൊക്കെയാണോ ഉള്ളതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 10 മണിയോട് അടുത്ത സമയത്ത് ഇവിടെ എത്തി കേട്ടോ. അപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ബസ്സിലും കാറിലൊക്കെ വന്ന് ഇവിടെ പാർക്കിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളും ഇതുപോലെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് പ്രവേശിച്ചു. അകത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെ നല്ല അതിമനോഹരമായിട്ട് എൻജോയ് ചെയ്യുന്നതൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നല്ല ഉയർന്ന സ്ഥലത്ത് നമുക്ക് ചുറ്റുപാടൊക്കെ ഒരുപാട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്ന നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പ്രവേശന കവാടത്തിന് മുമ്പിലായി തന്നെ നമുക്കൊരു സ്റ്റുഡിയോ ഇവിടെ നമുക്ക് കാണാം. അതായത് പഴയ കാലങ്ങളിൽ സിനിമ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിർമ്മിച്ചിട്ടുള്ള പഴയ മോഡൽ ക്യാമറകളൊക്കെ ഇവിടെ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഈ ക്യാമറകളൊക്കെ ചുറ്റി നടന്ന് കണ്ട് ഞങ്ങൾ അകത്തോട്ട് പ്രവേശിച്ചു. ഇനി ഉള്ളിൽ അകത്ത് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് പേര് ഇങ്ങനെ കിളികളെ കളിപ്പിക്കുന്നതും അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോസ് എടുക്കാനുള്ള പല സെറ്റിങ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് പിന്നീട് ബാക്കി വീഡിയോയിലൂടെ കാണാം. ഈ വയനാടിൻ്റെ തനിമ അതേപോലെ തന്നെ നമുക്ക് ഈ വീഡിയോ കൂടെ കാണാനായിട്ട് സാധിക്കും. നല്ല തേയിലത്തോട്ടം ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ കൊമാച്ചി പാർക്ക് വെച്ച് തളിപ്പറമ്പിൽ നിന്ന് നമുക്ക് മറ്റ് 3 പേരെയും കൂടെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവരോട് നമുക്ക് ഈ പാർക്കിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അപ്പോൾ ഈ പാർക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞേ. നല്ല വൈബാണ് അല്ലേ? ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? വന്നില്ല, ആദ്യമായിട്ട് വരുന്നു. ഇനിയും ഇതുപോലെ ഇവിടെ വന്ന് ഫാമിലിയോടുകൂടി എൻജോയ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടല്ലേ? ഓക്കെ മോക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അതെ, ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി 2 മണിക്കൂർ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. എത്ര മണിയാണ്? അത് അങ്ങനെ വല്ലതും ഉണ്ടോ? സമയം വല്ലതും ഉണ്ടോ? സമയമൊന്നും പറയില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു. അങ്ങനെ മറ്റ് രാജ്യങ്ങളിലുള്ളവരുടെ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട്. രാജസ്ഥാൻസ് അതുപോലെ കൊങ്ങണി അവരുടെയൊക്കെ ഡ്രസ്സുകൾ നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് ഇതിനുള്ളിൽ വെച്ച് ഫോട്ടോസ് എടുക്കാനൊക്കെ നമുക്കിവിടെ സാധിക്കും കേട്ടോ. അത്തരത്തിലുള്ളൊരു അനുഭവം നമുക്കിവിടുന്ന് കാണാനായിട്ട് സാധിച്ചു. ഇപ്പോൾ നമ്മളായിരിക്കും ഇവിടെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരുത്തരും ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ മാന്, പുലി അതുപോലുള്ള മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിനോടൊക്കെ ചേർന്ന് നിന്നും ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നതായിട്ട് കാണാം. എല്ലാം മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല മനോഹരമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. നമുക്കിവിടെ 2-2.5 മണിക്കൂർ നല്ലോണം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല അനുഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ പല രീതിയിലുള്ള മൃഗങ്ങളും പക്ഷികളും ഒക്കെ നമുക്കിവിടെ കാണാം.
സ്റ്റെപ്പുകൾ നമ്മൾ മുകളിലോട്ട് പോകേണ്ടത്. അങ്ങനെ മുകളിൽ നിന്ന് നല്ല വ്യൂസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. നല്ല കിളികൾക്ക് നമ്മുടെ കയ്യിലെത്തി ഭക്ഷണമൊക്കെ കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ കോമാച്ചി പാർക്ക് വെച്ച് നമുക്കൊരു സുന്ദരനായ ചേട്ടനെ കാണാനായിട്ട് സാധിച്ചു. ഇദ്ദേഹം ഈ പാർക്കിനെ കുറിച്ച് എന്താ നമുക്ക് പറയുന്നത് നമുക്ക് ഒറ്റ വാക്കി നിൽക്കാം. ചേട്ടാ, ഈ പാർക്കിനെ കുറിച്ചുള്ള അവസ്ഥ ഒന്ന് പറഞ്ഞു തന്നെ. എങ്ങനെയുണ്ട് അവസ്ഥ? ഞാൻ തളിപ്പറമ്പ് എന്ന് പറയാം. അപ്പോൾ ഏകദേശം നല്ലൊരു പാർക്കായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. നമുക്കൊരു ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? കുട്ടികളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പാർക്കായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ തളിപ്പറമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ടടുത്താണ്, ബോയ്സ് ടൗൺ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വരാനും പോകാനും വേണ്ടി കഴിയുന്നത്. നമ്മുടെ തളിപ്പറമ്പിൽ ഇത്തരം പാർക്കുകളൊക്കെ ഉണ്ടോ? വരാൻ സാധ്യതയുണ്ടോ? തളിപ്പറമ്പിൽ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്ന് അമ്യൂസ്മെന്റ് പാർക്ക് വിസ്മയ ഉണ്ട്, അർച്ചനക്കടവ് വലിയതല്ലേ. പിന്നെ ഇപ്പോൾ നാടുകാണിയിൽ സഫാരി പാർക്ക് വലിയ രീതിയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ ബൈ. ഇപ്പോൾ നമ്മളായിരിക്കും ഇവിടെ കിളികളെയൊക്കെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേരുടെ കൈകളിലൊക്കെ ഇങ്ങനെ കിളികളൊക്കെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഇവർ നമുക്ക് അവിടുന്ന് ഇതിൻ്റെ തീറ്റയൊക്കെ തരും, ഭക്ഷണം. അപ്പോൾ അതൊക്കെ ധാന്യങ്ങളൊക്കെ അതിങ്ങനെ കയ്യിലിരുന്ന് ഈ തത്തകളൊക്കെ കൊത്തി തിന്നുന്നൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഒരു നല്ല എൻജോയ് ചെയ്യുന്ന നല്ലൊരു അനുഭവമാണ് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിച്ചത്. അപ്പം വയനാട്ടിലേക്ക് ടൂർ വരുന്നവർക്ക് ഈ പാർക്ക് ഒരുപാട് നേരം കാണാനും സമയം ചെലവഴിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. ഇത്